ഹലോ മക്കളെ, അസ്സാം വലൈക്കും വറഹമത്തുള്ള. കിഫ ഹാലക്കും, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അസാക്കും തയ്യബീൻ, നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ദേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്തി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. സോ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക. സോ നിങ്ങൾ എക്സാം അല്ലേ, ഇനി എന്ത് ചെയ്യും, ആ ഒരു ടെൻഷനൊന്നും ഇനി ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താണ് പിന്നെ എല്ലാ ട്രിക്കുകളും മാമും അതേപോലെ സൈലത്തിലെ മുഴുവൻ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് എന്ത് ചെയ്യും പിന്നെ പറഞ്ഞു തരും. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് മാം വെൽക്കം ബാക്ക് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കഷൻ നടത്താൻ പോകുന്നത് ബയാനാത്തു ഷഖ്സിയെ കുറിച്ചാണ്. എന്താണ് കുഞ്ഞുങ്ങളെ ബയാനാത്തു ഷഖ്സിയ? അറിയോ എന്താണ് ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ? ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോഡാറ്റയാണ്. എന്താണ്? ബയോഡാറ്റയാണ് ബയാനാത്തു ഷഖ്സിയ. അതായത് നമ്മൾ ഒരാളുടെ എന്തൊക്കെയാണ് അയാളുടെ ഫീച്ചേഴ്സുകൾ, അയാളെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസുകളും അടങ്ങിയിട്ടുള്ള ഒരു 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 സംഭവത്തെയാണ് നമ്മൾ ബയോഡാറ്റ അതല്ലെങ്കിൽ ബയാനാത്തു ഷഖ്സിയ എന്ന് പറയാം. ഓക്കെ, നമുക്കറിയാം അറബിയിൽ നമ്മൾ ബയോഡാറ്റയ്ക്ക് ബയാനാത്തു ഷഖ്സിയ എന്നാണ് പറയാം. ഓക്കെ, വേറെയും പേരുകളുണ്ട്. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഈ പേര് പഠിച്ചാൽ മതി, കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ പേരിലാണ്. ഓക്കെ, അപ്പോൾ ബയാനാത്തു ഷഖ്സിയ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റയാണ്. അപ്പോൾ ബയോഡാറ്റ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തുക? എന്തൊക്കെയാ മക്കളെ അതിൽ ഉൾപ്പെടുത്തുക എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബയോഡാറ്റയിൽ ഫുള്ള് പേരുണ്ടാകും, അഡ്രസ്സ് ഉണ്ടാവില്ലല്ലേ, ജനിച്ച സ്ഥലവും മരിച്ച സ്ഥലവും അദ്ദേഹം എഴുതിയ ബുക്കുകളെ പേരും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? ഇസ്മുൽ കാമിൽ അല്ലേ. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചാണ് നിങ്ങളോട് ഇവിടെ ബയോഡാറ്റ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിപ്പോൾ പഠിക്കുന്നത് ബയോഡാറ്റയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഇതാണ് നമുക്ക് ഇപ്പം നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ബയോഡാറ്റയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, ഇസ്മുൽ കാമിൽ. എന്താ മക്കളെ ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് അറിയാലോ എന്താണ്? ഫുൾ നെയിമിനെയാണ് നമ്മൾ ഇസ്മുൽ കാമിൽ എന്ന് പറയാം. ഓക്കെ, ഫുൾ നെയിം എന്താണ് പറയുന്നത്? ഫുൾ നെയിം. ഓക്കെ, മറന്നു പോരുത് കേട്ടോ. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം ആണ്. മക്കാനുൽ വിലാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കാനുൽ വിലാദത്ത് ജനിച്ച സ്ഥലം. എന്താണ് പറയുന്നത്? ജനിച്ച സ്ഥലത്തെയാണ് മക്കാനുൽ മീലാദ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പൊ പ്ലേസ് ഓഫ് ബർത്ത് ആണ് മക്കാനുൽ മീലാദ്. ഇനി അടുത്തത് എന്താ വരുന്നത്? താരീഖുൽ മീലാദ്. എന്താ വരുന്നത്? താരീഖുൽ മീലാദ്. എന്താ താരീഖുൽ മീലാദ് എന്ന് പറഞ്ഞാല്? താരീഖുൽ മീലാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഡേറ്റ് ഓഫ് ബർത്തിനെയാണ് പറയുന്നത് അല്ലേ. ഡേറ്റ് ഓഫ് ബർത്തിനെയാണ് താരീഖുൽ മീലാദ് എന്ന് നമ്മൾ പറയാം. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം. ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിമാണ്. മക്കാനുൽ മീലാദ്, ആ മക്കാനും താരീഖും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. മക്കാനും താരീഖും എപ്പോഴും എല്ലാ മക്കൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് മക്കാനും താരീഖും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. അങ്ങനെ മാറിപ്പോവരുത്. ഡെഫിനറ്റ്ലി നിങ്ങളോട് മാറും, ശ്രദ്ധിക്കണം കേട്ടോ. മക്കാനുൽ മീലാദ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് ബർത്ത്. താരീഖുൽ മീലാദ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത്. എന്തൊക്കെയാണ്? പ്ലേസ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ബർത്തും ആണ് കേട്ടോ. അടുത്തത് ഇസ്മുൽ വാലിദ്. എന്താ ഇസ്മുൽ വാലിദ്? ഉപ്പാടെ പേര് അല്ലെ, നെയിം ഓഫ് ഫാദർ അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും അല്ലെ, നെയിം ഓഫ് ഫാദർ. ഓക്കെ, എന്താണ് പറയുന്നത്? ഉപ്പാടെ പേര്, അതാണ് നെയിം ഓഫ് ഫാദർ. അടുത്തത് എന്താണ്? ഇസ്മുൽ വാലിദത്ത്, ഉമ്മാടെ പേര്. വാലിദ് ഉപ്പയാണെങ്കിൽ വാലിദത്ത് ഉമ്മയാണ് അല്ലെ, അത് നമുക്കറിയാലോ അല്ലെ. വാലിദ് ഉപ്പയാണെങ്കിൽ വാലിദത്ത് ആരായിരിക്കും? ഉമ്മയായിരിക്കും. നെയിം ഓഫ് മദർ.
നെയിം ഓഫ് മദർ, ഉമ്മാടെ പേര്. അടുത്തത് അൽ ജിൻസിയത്ത്. മക്കളെ, ജിൻസും ജിൻസിയത്തും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ജിൻസ് എന്ന് പറഞ്ഞാൽ ജെൻഡർ ആണ്, മെയിൽ ഓർ ഫീമെയിൽ, ആണോ അല്ലെങ്കിൽ പെണ്ണോ എന്ന് പറയാൻ യൂസ് ചെയ്യുന്നതാണ് ജിൻസ്. എന്നാൽ ജിൻസിയത്ത് എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി ആണ്. ഇപ്പൊ ഞാൻ ആരാണ്? ഐ ആം ആൻ ഇന്ത്യൻ വുമൺ, ഞാനൊരു ഇന്ത്യൻ വുമൺ ആണ് അല്ലെ. അപ്പം നമ്മുടെ നാഷണാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയാണ്. അതേപോലെ ഓരോരുത്തരുടെയും നാഷണാലിറ്റിയാണ് ജിൻസിയത്ത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ജിൻസിയത്ത് എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി. അടുത്തത് മുഅല്ലഫാത്ത്. എന്താ മക്കളെ മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാല്? നമുക്കറിയാലോ എന്തൊക്കെയാണ് മുഅല്ലഫാത്തുകൾ എന്നൊക്കെ ചോദിക്കാറില്ലേ നമ്മള്. എന്താ മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാല്? മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ കൃതികൾക്കാണ് പറയാ കേട്ടോ, കൃതികൾ. ഓക്കെ, കൃതികൾ എന്നാണ് മുഅല്ലഫാത്തിന് പറയാ, അതായത് അദ്ദേഹത്തിന്റെ രചനകള്. ഓക്കെ, അടുത്തത് മക്കാനുൽ വഫാത്ത്. അപ്പൊ മുഅല്ലഫാത്ത് കിട്ടി. മക്കാനുൽ വഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മക്കാൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു മക്കാൻ? പ്ലേസ് ആണ് അല്ലെ. വഫാത്ത് ഡെത്ത്, അപ്പൊ മരിച്ച എന്താണ്? പ്ലേസ്. ഡെത്ത് ഓഫ്, പ്ലേസ് ഓഫ് ഡെത്ത് അല്ലെ, പ്ലേസ് ഓഫ് ഡെത്ത്. അടുത്തത് താരീഖുൽ വഫാത്ത്, അതായത് എന്താണ്? പ്ലേസ് അല്ല, ഡേറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഡേറ്റ് ഓഫ് ഡെത്ത്. ഒന്ന് പ്ലേസ് ഓഫ് ഡെത്തും രണ്ടാമത്തത് ഡേറ്റ് ഓഫ് ഡെത്തും ആണ് കേട്ടോ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്, കറക്റ്റ് മനസ്സിലാക്കി ചെയ്യണം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എഴുതുക? പ്ലേസ് ഓഫ് ഡെത്തിന് നമ്മൾ പറയാം മക്കാനുൽ വഫാത്ത് എന്നും, അതേപോലെ ഡേറ്റ് ഓഫ് ഡെത്തിന് നമ്മൾ അറബിയിൽ പറയാ താരീഖുൽ വഫാത്ത് എന്നുമാണ് കേട്ടോ. അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ഒന്ന് പിന്നെ ഫുൾ നെയിം ഇസ്മുൽ കാമിൽ, ഇസ്മുൽ കാമിൽ ഫുൾ നെയിം. മക്കാനുൽ മീലാത്ത് ഡേറ്റ് അല്ല, പ്ലേസ്, പ്ലേസ് ഓഫ് ബർത്ത്. പിന്നെ താരീഖുൽ മീലാത്ത് ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ ഇസ്മുൽ വാലിദ് നെയിം ഓഫ് ഫാദർ. ഇസ്മുൽ വാലിദത്ത് നെയിം ഓഫ് മദർ. ദെൻ ജിൻസിയത്ത് നാഷണാലിറ്റി. മുഅല്ലഫാത്ത് അദ്ദേഹത്തിന്റെ എന്താണ്? കൃതികൾ അല്ലെ. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് മക്കാനുൽ വഫാത്ത്, പ്ലേസ് ഓഫ് ഡെത്ത് അല്ലെ, മരിച്ച സ്ഥലം. പിന്നെ താരീഖുൽ വഫാത്ത്, മരിച്ച ഡേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് പഠിച്ചു പോയാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടാവും. ഓക്കെ, യെസ്. അടുത്ത നോക്കിയേ മക്കളെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളോട് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മളോട് ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നഖ്റ അത്തർജുമ വനുജീബു. അബു ഹസൻ അലി അന്നദവി അല്ലെ, നമ്മളോട് പറഞ്ഞ എന്താണ്? അബു ഹസൻ അലി അന്നദവിയുടെ എന്താണ് ഈ ഒരു എന്താ പറയാ ഫിഖ്റ തന്നത് വായിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബയോഡാറ്റ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഫുള്ളാക്കണം. ഓക്കെ, അബു ഹസൻ അലി അന്നദ്വി അദ്ദേഹത്തിന്റെ പേരാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം, അബു ഹസൻ അലി അന്നദ്വി. അടുത്ത എന്താണ്? അവ്വലു റഈസുൽ റാബിത്തത്തുൽ അദബിൽ ഇസ്ലാമിയ അൽ ആലമിയ. അദ്ദേഹം ആരായിരുന്നു? ആദ്യത്തെ റാബിത്തത്തുൽ അദബിയ അൽ ഇസ്ലാമിയയിലെ നേതാവായിരുന്നു അല്ലെ. വുലിദ ഫി 5 ഡിസംബർ അസനത്തി 1913. അദ്ദേഹം എപ്പോഴാണ് ജനിച്ചത്? ഡിസംബർ 5-ന് 1900. അതിവിടെ എഴുതാം, ഡിസംബർ 5. കാരണം എന്താ? ഇവിടാണ് താരീഖുൽ മീലാദ് വരുന്നത്, കണ്ടോ? അപ്പോ ഡിസംബർ 5 1913. ഇനി എവിടെയാ ജനിച്ചത്? ഫിറായ് ബറേലി അല്ലെ, റായ് ബറേലിയിലാണ്. പിന്നെ അതെവിടെയാണ്? ഉത്തർപ്രദേശിലാണ് അല്ലെ. ഓക്കെ, ഇനി ഇന്ത്യയിൽ. അപ്പൊ അത് നമുക്ക് ഈ സ്ഥലത്തിന്റെ നേരെ എന്ത് ചെയ്യാം? എന്താ മക്കാനുൽ വിലാദിന്റെ നേരെ അത് കൊണ്ടുപോയിട്ട് എഴുതാം. ഇനി അടുത്തത് എന്താണ്? അബൂഹു അബ്ദുൽ ഹൈ ഇബ്നു ഫഖ്റുദ്ദീൻ അൽ ഹുസ്നി. ഉപ്പാടെ പേരാണ് അല്ലെ. അത് എവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇസ്മുൽ വാലിദ് അബ്ദുൽ ഹൈ അല്ലെ, അബ്ദുൽ ഹൈ. ബാക്കി അങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ്? ഉമ്മാടെ പേര് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഉമ്മുഹു ഖൈറുൻ നിസാ, ഖൈറുൻ നിസ എന്നാണ് ഒരു ഉമ്മയുടെ പേര്, ഖൈറുൻ നിസ. ഓക്കെ, ഖൈറുൻ നിസ എന്നാണ് അവരുടെ ഉമ്മാന്റെ പേര്. പിന്നെന്താ അവിടെ കൊടുത്തിട്ടുള്ളത്?
യെസ്, അദ്ദേഹത്തിന്റെ ജിൻസിയത്താണ് അല്ലെ, എന്താണ് എന്താണ് ഹിന്ദിയാണ്. നമ്മൾ നേരത്തെ വായിച്ചിരുന്നു അല്ലെ, ഹിന്ദിയാണ്. പിന്നെ അടുത്തത് എന്താണ്, അല്ലഫ അദ്ദേഹം രചിച്ചു, അദീദം മിനൽ കുത്തുബ് ഒരുപാട് ഗ്രന്ഥങ്ങള്, വനാല ജായിസത്തുൽ മലിക് ഫൈസൽ അദ്ദേഹത്തിന് എന്ത് കിട്ടി, ഫൈസൽ അവാർഡ് കിട്ടി അല്ലെ, ഫൈസൽ അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം മരിച്ചത് എവിടെയാണ്, ലക്നോയിലാണ് മരിച്ചിട്ടുള്ളത്. 31 ഡിസംബർ 31 ലക്നോയിലാണ് മരിച്ചിട്ടുള്ളത് 1999. മിൻ അഷ്ഹരി മുഅല്ലഫാത്തിഹി അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്ത് ഏതാണ്, അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് അല്ലെ, എന്താണ് അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തായിട്ട് വരുന്നത്. അപ്പൊ മുഅല്ലഫാത്ത് ഇവിടെ എഴുതുക, മക്കാനുൽ വഫാത്തും താരീഖുൽ വഫാത്തും എന്ത് ചെയ്യാ ഇവിടെ എഴുതി കൊടുക്കുക. അപ്പൊ സിമ്പിൾ ആണ്, വെരി വെരി ഈസി ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അതെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. എന്തൊക്കെയായിരുന്നു മക്കളെ പറഞ്ഞത്, ഓർമ്മയുണ്ടോ? യെസ്, ബയോഡാറ്റയിൽ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഓരോന്നിൻ്റെയും പേര് നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അല്ലെ. എന്തൊക്കെയായിരുന്നു അതിന്റെ പേരുകള്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ്മുൽ കാമിൽ, മക്കാനുൽ മീലാദ്, താരിഖുൽ മീലാദ്, ഇസ്മുൽ വാലിദ്, ഇസ്മുൽ വാലിദത്ത്, പിന്നെ ജിൻസിയത്ത്, പിന്നെ മുഅല്ലഫാത്ത്, പിന്നെ താരിഖുൽ വഫാത്ത്, മക്കാനുൽ വഫാത്ത്. കണ്ടോ, 10 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും മാമിൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ മാമിൻ്റെ കുട്ടികൾക്ക് എന്ത് കിട്ടുള്ളൂ, ഈ സൂചനകളൊക്കെ പഠിച്ചു വെച്ചാലേ നിങ്ങൾക്ക് പാരഗ്രാഫ് തന്നിട്ട് ആ തന്ന പാരഗ്രാഫിൽ നിന്ന് നിങ്ങളോട് ഇത് പിക്ക് ചെയ്ത് എടുത്തെഴുതാനാണ് പറയാം. ആ സമയത്ത് മാമിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാതായിപ്പോയാൽ എന്ത് ചെയ്യും, ഇടങ്ങേറാവും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ച് പോണേ. അപ്പൊ ഇൻഷാ അല്ലാ ലൈവിൽ കാണാം മക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.